കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MDMA കൈവശം വെച്ചതിൻ്റെ പേരിൽ കേരളത്തിൽ കാസർഗോഡ് കഴിഞ്ഞ 9-ാം തീയതി 3 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവർ ഒന്ന് PA അബ്ദുൾ സലാം എന്ന് പറയുന്ന ഒരാളാണ്, 27 വയസ്സുള്ള ഒരാളാണ്. അത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള പെരുമ്പാവൂരിലുള്ള അറക്കപ്പടി സ്വദേശിയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന 28 വയസ്സുള്ള ഒരാളാണ്. ഇതുപോലെ തന്നെ അറക്കപ്പടി സ്വദേശിയാണ്, പെരുമ്പാവൂരിൽ നിന്ന്. പിന്നെ 50 വയസ്സുള്ള ഒരാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് PA അബ്ബാസ് എന്നുള്ളതാണ്. അദ്ദേഹവും അറക്കപ്പടി സ്വദേശിയാണ്. ഇവരുടെ 3 പേരുടെയും കൈകളിൽ നിന്ന് 139.29 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ആ MDMA പിടികൂടി എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് 3-4 ജില്ലകളിൽ വിതരണം ചെയ്തതിന് ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന MDMA, അതായത് മയക്കുമരുന്ന് ആണ് പിടികൂടിയിട്ടുള്ളത്. ആ പിടികൂടിയ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനുമായി ബന്ധമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിരവധി വാർത്തകൾ, ചിത്രങ്ങൾ ഇതൊക്കെ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഇവരെ പിടികൂടാനുണ്ടായ സാഹചര്യവും പിന്നീട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ സത്യാവസ്ഥയിലേക്കും കൂടി ഞാൻ വരാം. ഏറ്റവും ആദ്യത്തേത്, ഇവരെ പിടികൂടാനുണ്ടായ സാഹചര്യം തന്നെ എന്ന് പറയുന്നത്, സാധാരണ പോലീസുകാരായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ നീക്കം നടക്കില്ലായിരുന്നു. പക്ഷേ ഇത് കാസർഗോഡ് കളിക്കടവിൽ ഇങ്ങനെ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇവർ ഈ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് പോലീസിൻ്റെ SP-ക്ക് കിട്ടുന്നു, സൂപ്രണ്ട് ഓഫ് പോലീസിന് കിട്ടുന്നു കാസർഗോഡിൻ്റെ. അതൊരു അനോണിമസ് ഇൻഫർമേഷനാണ്. ആ അജ്ഞാതനായിട്ടുള്ള ഒരാൾ ഇൻഫർമേഷൻ നൽകുന്നു. ആ ഇൻഫർമേഷൻ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന നമ്മുടെ SP-മാരുടെയൊക്കെ സ്പെഷ്യൽ സ്ക്വാഡുണ്ട്. ആ സ്ക്വാഡാണ് യഥാർത്ഥത്തിൽ ഇവരെ പിടികൂടിയത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഇടപെടലുകളൊന്നും നടക്കാതെ പോയത്. ഈ ഡാൻസ് ഓഫ് സംഘത്തെയൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കും. വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എറണാകുളം SP ആയിരുന്ന ജോർജ് ഇതുപോലെ ഒരു ഡാൻസ് ഓഫ് സംഘത്തെ അയച്ചുകൊണ്ടാണ് വരാപ്പുഴയിൽ ഒരു കസ്റ്റഡി മരണം സംഭവിച്ചത്. ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിട്ടുള്ള ആൾ മാറിപ്പോയിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇതേ ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടാണ് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവരുടെ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്ന പല രീതികളുമുണ്ട് എന്നുള്ളത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് SP ആയിരുന്ന സുജിത് നായരെക്കുറിച്ച് തന്നെ ചില ആരോപണങ്ങളൊക്കെ അന്ന് ഉയർന്നു വന്നതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘമാണ് ഇത് പിടിച്ചെടുത്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്, അദ്ദേഹം സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ്. ഒപ്പോസിഷൻ ലീഡർ VD സതീശനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റാണ് വെങ്ങോല പഞ്ചായത്തിലെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബൂത്ത് നമ്പർ 142 142 അതിൻ്റെ കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തമാശ, ഇദ്ദേഹം ഈ മയക്കുമരുന്നൊക്കെ വിൽക്കുമെങ്കിലും അദ്ദേഹം അത് ഉപയോഗിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് മെയിൻ കോർഡിനേറ്ററാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ. കൂടാതെ പെരുമ്പാവൂരിൽ നടത്തിയിട്ടുള്ള നടത്തത്തിൽ ഇദ്ദേഹത്തിന് പതാക നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു വാരിയറും അതേസമയം പുള്ളി മയക്കുമരുന്നിൻ്റെ കച്ചവടവും ഹോൾസെയിൽ ഡീലറും ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനേക്കാളൊക്കെ ഉപരി കേരളത്തെ ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് സാധാരണ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു MLA യോ പോലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇരിക്കാത്ത രീതിയിലുള്ള വളരെ കാഷ്വലായി, മുഖ്യമന്ത്രി ലുങ്കിയും അതുപോലെ തന്നെ ടീഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലും ഒരേ സോഫയിലിരിക്കുകയും മുഖ്യമന്ത്രി കയറുമ്പോൾ മുതുകത്തൊന്ന് പതുക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ തന്നെയാണ് പുറത്തേക്ക് ചിത്രങ്ങളായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം എന്ത് പറയും എന്നുള്ളത് ആലോചിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ സത്യസന്ധമായി പറയുന്നു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയിരുന്നു. സാധാരണ അദ്ദേഹം അങ്ങനെ പറയാറില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ 2 പേരെയും തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞത് എനിക്ക് നേരിട്ട് അറിയാമെന്നാണ്. ആ നേരിട്ട് അറിയാമെന്ന് പറഞ്ഞ 2 പേരിൽ മുഹമ്മദ് ഹുസൈൻ, അതിനെക്കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ ഈ അബ്ദുൾ സലാമിനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. അത് ഞാൻ പിന്നീട് വരാം. ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ ഫോൺ വിളിക്കുന്നത് MGM കുറുപ്പമ്പടി സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ഇദ്ദേഹത്തിന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റിരുന്നു. ആ വലിയ തോതിൽ മർദ്ദനമേറ്റിരുന്നു. ആ മർദ്ദനമേറ്റപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് മർദ്ദനമേറ്റ ആളുകളെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നതിനിടയിൽ ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരുമലൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ചികിത്സ കഴിഞ്ഞിരിക്കുമ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഒരു പഞ്ചായത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവിടെ MLA യോടും മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ കാണാൻ പോയി എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ മാത്രമാണ് ബന്ധം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം കേവലം 3 or 4 തവണ മാത്രമേ കാണാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ അടികൊണ്ട, അതായത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അടികൊണ്ട പിള്ളേർ എന്നുള്ള നിലക്ക് ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. കൂടാതെ ഇദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയ ടീം എനിക്ക് അന്നുമില്ല ഇന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ആ ക്ലാരിറ്റി എന്താണെന്നുള്ളത് മാധ്യമങ്ങളും ചോദിച്ചില്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരും ചോദിച്ചില്ല. ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോരോ അംഗമായി ചേരുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായില്ല. എന്താണ് അംഗമായി ചേരുന്നത്, എവിടെയാണ് ചേരുന്നത് എന്നുള്ളത്. പുള്ളിക്ക് സോഷ്യൽ മീഡിയ ടീമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം, പുള്ളിയുടെ സോഷ്യൽ മീഡിയയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. അതിൽ എറണാകുളത്തെ ഒരു വനിതാ വക്കീലുണ്ടായിരുന്നു, കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, അതുപോലെ ഹൈബീഡൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒരു വാട്സപ്പ് ചാറ്റിൽ ചില ആളുകളെ സപ്പോർട്ട് ചെയ്യൂ, സോഷ്യൽ മീഡിയയിൽ കത്തിക്കൂ എന്നൊക്കെ പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വേണം. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എനിക്ക് അന്നും ഇന്നും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രാഥമികമായി തന്നെ സാധാരണ പറയുന്നത് പോലെ മിനിറ്റുകളുടെ പോലും ആയുസ് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അസത്യത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നവകേരള സദസ്സ് നടന്നത് 2023 നവംബർ 18 മുതൽ 23 വരെയാണ് നവകേരള സദസ്സ് നടന്നത്. അതായത് ഡിസംബർ 23 വരെ, നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയുള്ള ഒരു മാസം സമയത്തിനിടക്കാണ് ഈ നവകേരള സദസ്സ് നടന്നത്. ആ സദസ്സ് നടക്കുന്നതിനിടയിൽ എറണാകുളത്ത് എത്തിയത് സ്പെസിഫിക്കായി പറഞ്ഞാൽ 7 മുതൽ 10 വരെയാണ് എറണാകുളത്ത് പര്യടനമുണ്ടായിരുന്നത്. ആ പര്യടനത്തിൽ കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ആ കരിങ്കൊടി പ്രതിഷേധത്തിലൊക്കെ തന്നെ ആ കരിങ്കൊടി പ്രതിഷേധത്തിൽ ചില ആളുകൾക്കൊക്കെ തന്നെ മർദ്ദനമേറ്റിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിനൊക്കെ മുമ്പ് തന്നെ 2021 2022 2023 നിരവധി ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മൊത്തം 26 ചിത്രങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് 2021 സെപ്റ്റംബർ 4 ഈ പറയുന്ന ഹുസൈൻ, അതായത് അദ്ദേഹം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്നത്. കൂടാതെ 2022 ഡിസംബർ 5 നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം 2023 നവകേരള സദസ്സിൽ തല്ല് കിട്ടിയപ്പോൾ പരിചയപ്പെട്ടതല്ല എന്നുള്ളത് ചുരുക്കം. ഇനി ഇത് കൂടാതെ ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട്, ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, 26 ചിത്രങ്ങളുണ്ട് മുഖ്യമന്ത്രിയുമായി ചേർന്ന്. കൂടാതെ 4 റീലുകളുമുണ്ട്. മുഖ്യമന്ത്രിയോടൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളടക്കമുണ്ട്. ഇത്തരത്തിൽ ഇത് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. കൂടാതെ ഇദ്ദേഹത്തിന് ക്രൂരമായി പോലീസ് ലാത്തിച്ചാർജ് ഏറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദൃശ്യങ്ങളും അവൈലബിൾ അല്ല. കൂടാതെ ഈ ലാത്തിച്ചാർജ് നടക്കുന്ന വിഷ്വൽസൊക്കെ തന്നെ അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ കവർ ചെയ്തിരുന്നു. അതിലും ഇദ്ദേഹം പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാര്യമായ പരിക്കോട് കൂടിയിട്ടുള്ള ഒരു ദൃശ്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ പത്ര സമ്മേളനത്തിൽ ഇദ്ദേഹം വിട്ടുകളഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് P.A. അബ്ദുൾ സലാം എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹവും ആയിട്ട് ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഇതുപോലെ മർദ്ദനമേറ്റിരുന്നു എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. അതിൻ്റെ കഥ എന്താണെങ്കിലും അടുത്ത പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുമെന്നാണ് വിചാരിക്കുന്നത്. ഈ അബ്ദുൾ സലാം എന്ന് പറയുന്ന ഒരാൾക്ക് പെരുമ്പാവൂർ അനസ് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുമായിട്ട് ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിലെ മെമ്പറാണ് എന്നുള്ളതൊക്കെ കേൾക്കുന്നു, നമുക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇത് എന്താണ് വാസ്തവം എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പുതിയ കഥയോ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രമേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് 4ാമത്തെ ഒരു അറസ്റ്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അത് സൈനുൽ ഉലാദ്ദീൻ എന്ന് പറയുന്ന ഒരു ആളുടെ അറസ്റ്റ് കൂടി നടന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സൈനുൽ ഉലാദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് അറിയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിദേശത്തായിരുന്നു. പക്ഷേ ഈ സതീശൻ ഗവൺമെൻറ് അധികാരം ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ അദ്ദേഹം വന്നിട്ട്. അദ്ദേഹത്തിൻ്റെ പേരിലും മറ്റ് ചില കേസുകളൊക്കെ കൂടിയുണ്ട്. അപ്പോൾ ഇവർ ബിസിനസ് കുറേ കൂടി പരിപോഷിപ്പിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള സമയമായി
ഇത് തെരഞ്ഞെടുത്തു. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം മുഖ്യമന്ത്രി ഇങ്ങനെ ഒട്ടും പരിശോധിക്കാതെ, അദ്ദേഹത്തിന് 28-30 സ്റ്റാഫുകളുണ്ട്, മീഡിയ മാനേജേഴ്സുണ്ട്, അവരോടൊക്കെ പരിശോധിച്ചിട്ട് മാത്രം ഇത് പറയാൻ പറയണം. അല്ലെങ്കിൽ ഈ കള്ളങ്ങൾക്ക് മിനിറ്റുകളുടെ പോലും ആയുസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനയപുരസരം ഓർമ്മിപ്പിക്കാനുള്ളത്.